ഹലോ, ഇന്ന് എൻ്റെ പരീക്ഷാശാലയിലുള്ളത് ചെമ്മീനാണ് കേട്ടാ. വലുതൊന്നല്ല, മീഡിയം സൈസ്ഡ്. അപ്പം ഇതുകൊണ്ട് പണ്ട് എൻ്റെ അമ്മാമയൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു റെസിപ്പിയാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോണേ. നന്നേ ചെറുതിലധികം മസാലയും എരിവൊന്നും നമുക്ക് പിടിക്കില്ലല്ലോ. അപ്പൊ അത്രയും സ്പൈസസ് ഒന്നും ഇടാത്ത ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കടയിൽ നിന്ന് മേടിച്ചത്. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ അതിന്റെ പുറത്ത് ആ ഒരു കറുത്ത ഞാരെടുത്ത് കളയുമല്ലോ. അത് ഉള്ളി ചെന്നിട്ടുണ്ടെങ്കിലേ വയറുവേദന വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് എടുത്ത് കളയലാണ് ഇങ്ങനത്തെ പണി. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കുഞ്ഞുള്ളി നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞു. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും റെഡിയാക്കി. നെക്സ്റ്റ് ഒരു പഴുത്ത തക്കാളിയും പിന്നെ 2 പച്ചമുളകും കൂടി കുനുകുനായിട്ട് അങ്ങോട്ട് അരിഞ്ഞു. ഇതിക്ക് തേങ്ങാപ്പാല് വേണേ. അപ്പൊ അടുത്തത് ആ പണിയിലേക്ക് അങ്ങോട്ട് കടന്നു. ഒരു ഫുള്ള് നാളികേരം ചെറുവേതും മൊത്തത്തിൽ അങ്ങോട്ട് മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു. ഇനിയൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് തേങ്ങാപ്പാലും ഈ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും തേങ്ങാക്കൊത്തും ഇച്ചിരി കുളം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. ഇതൊന്ന് വെന്ത് വരണം കേട്ടോ. കുഞ്ഞുള്ളി ചട്ടിയിൽ കിടന്നപ്പോഴുണ്ടല്ലോ ഇച്ചിരി അങ്ങോട്ട് കൂടുതലുള്ള പോലെ തോന്നി തേങ്ങാപ്പാലിനെക്കാട്ടിലേ. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് പാലങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഒരു ചെറിയ തിള വന്നിട്ടുണ്ടെങ്കിലേ അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, വേപ്പിലും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പൊ ആ സമയത്ത് നമുക്കുണ്ടല്ലോ മിക്സിയിലെ കുഞ്ഞുചാറ് എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി പെരിഞ്ചീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊടിച്ചെടുക്കാനാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ജാറിന്റെ ഉള്ളിൽ ചെറിയ നനവ് ഉണ്ടായിരുന്നു. എത്ര ഞാൻ അടിച്ചിട്ടും ജീരകം പൊടിഞ്ഞിട്ടുണ്ടായില്ല. അവസാനം ഇതിന്റെ ഉള്ളിൽ ഇടാനുള്ള സ്പൈസസിൽ വറ്റൽമുളക് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ 3-4 വറ്റൽമുളകും കൂടി ഇതിന്റെ ഒപ്പം തന്നെ ഇട്ടു മിക്സിയുടെ ജാറിലോട്ട്. എന്നിട്ടൊന്ന് കറക്കി. അപ്പൊ ശരിക്കെല്ലാം പൊടിഞ്ഞു കിട്ടിട്ടോ. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടിയിരുന്നു. ഇനി ഇതിലോട്ട് നന്നാക്കി കഴുകി മാറ്റി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ചെറിയ തള വരണം. അത് കഴിഞ്ഞിട്ട് ഈ പൊടിച്ചു വെച്ച സ്പൈസസ് അങ്ങോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് തിളച്ച് ഇനി വറ്റണം. അതിനായിട്ട് മൺചട്ടി മൂടി വെക്കാം. കംപ്ലീറ്റ് ആയിട്ടല്ല, ഇച്ചിരി അങ്ങോട്ട് മൂടി ഞാൻ തുറന്നു വെച്ചിരുന്നു. തേങ്ങാപ്പാലിന്റെ ആവശ്യം ഇനിയും ഉള്ളതുകൊണ്ട് ഏട്ടെന്തേ ചെലവാനിരുന്നു. ഇച്ചിരി മതി കേട്ടോ. അങ്ങനെ ഞാൻ അത് കുഞ്ഞു ചാറിലിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ നോക്കിയപ്പോഴുണ്ട് കറണ്ട് ഇല്ല. ഇവിടെ അങ്ങനെ എപ്പോഴും കറണ്ട് ഒന്നും പോവില്ല. വല്ലപ്പോഴും ഒരിക്കലും പോയാ പോയി. അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാനാ? കറിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ കറണ്ട് വരുന്നവരെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പണ്ടത്തെ ഒരു മെത്തേഡ് തന്നെ എടുത്തു. അതായത് ഒരു ബൗളിലോട്ട് തേങ്ങ ചെരുവിയതും ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായി അങ്ങോട്ട് ഞരടി പിഴിഞ്ഞു. എന്നിട്ട് ആ കൊറ്റ മാറ്റി. തേങ്ങാപ്പാൽ റെഡിയായി. ഈ സമയമായപ്പോഴേക്കും ചട്ടിയിലുള്ളത് വറ്റി വന്നിരുന്നു. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതിലോട്ട് ഇച്ചിരി കുരുമുളക് ചേർത്ത് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് ചട്ടിയിലുള്ളതെല്ലാം കൂടിയിട്ട് ഒരു വാഴയിലോട്ട് പകർത്തുക. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച തേങ്ങാപ്പാലില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വാഴയില പൊതിഞ്ഞൊരു കിഴി പോലെ കെട്ടുക. എന്നിട്ട് വേറൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഈ കിഴി അങ്ങോട്ട് വെക്കാം. ഒന്ന് ചൂടായി കുറച്ച് പുകയൊക്കെ കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴയില ഒരു വാടിയ മണമില്ലേ, അത് ഈ കറക്കി കിട്ടണം. അതാണ് ഉദ്ദേശം. കിഴി അങ്ങോട്ട് തുറന്നപ്പോഴുണ്ടല്ലോ വല്ലാത്ത ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സുഗന്ധമായിരുന്നു കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ നല്ലൊരു സീനിക് സ്പോട്ട് നോക്കി നിന്നു. എന്നിട്ട് കഴിക്കാനായിട്ട് എടുത്തു. അപ്പോഴേക്കും പാത്തുട്ടി ഓടി വന്നു. എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് എടുത്ത് കൊടുത്തു. ഭയങ്കര ഇഷ്ടമായിട്ടോ. അധികം എരിവൊന്നും ഇല്ലല്ലോ. അവൾക്ക് കൊടുക്കണമെങ്കിൽ മുമ്പ് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായി ഏതാണ്ട് എരിവൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ. പക്ഷെ സമ്മതിച്ചില്ല കേട്ടോ ആള്. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചു. ഭയങ്കര ഇഷ്ടമായി. കഴിച്ചിട്ടും നിൽക്കണില്ല. ചെമ്മീനല്ല വയറങ്ങനെ വേവിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് കൊടുത്തില്ല. പക്ഷെ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പൊ അടുത്ത പ്രാവശ്യം ചെമ്മീൻ മേടിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോളൂ കേട്ടോ. ശരി, അപ്പൊ ബൈ.